ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ബിനോയ് തൃപ്പൂണിത്തുറയിൽ നിന്ന്. സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ 3-ാം തീയതി കണ്ടതാണ് തൃപ്പൂണിത്തുറയിൽ അഡ്മിനിസ്ട്രേറ്റർ ചാർജ് എടുത്തു. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടാണ് ചാർജ് എടുത്തത്. അദ്ദേഹത്തെ തടയാനായിട്ട് ഇടവക്കാർ നമ്മുടെ ചേട്ടങ്കള്ളൻ്റെയും അനിയങ്കള്ളൻ്റെയും നേതൃത്വത്തിൽ ഒരു 70ഓളം പേര് അവിടെ വന്ന് നിന്നു. അപ്പോൾ ചേട്ടങ്കള്ളൻ ചോദിച്ചൊരു ചോദ്യത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങുന്നത്. ഈ വൈദികൻ ഞങ്ങളുടെ പള്ളിയിൽ കയറാനായിട്ട് കോടതി ഉത്തരവുണ്ടോ? അപ്പോൾ ഇതിനു മുമ്പ് കയറിയ വൈദികൻ പള്ളിയിൽ കയറിയത് ഏത് ഉത്തരവിലാണ് എന്ന് നമുക്ക് ആർക്കും അറിയാൻ പാടില്ല. പൊട്ടൻ എന്നാൽ ലോക പൊട്ടൻ. ഈ പൊട്ടനെയാണ് ഈ വിമതന്മാർ അവരുടെ നേതാവാക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ. കാരണം അവിടെ നിന്ന് എല്ലാവരും ചിരിച്ചുപോയി. കാരണം അവിടുത്തെ സാധാരണക്കാർക്ക് വരെ അറിയാം കോടതി ഉത്തരവിൻ്റെ ആവശ്യമില്ല ഒരു വൈദികൻ പള്ളിയിൽ കയറാനായിട്ട്. ഈ പൊട്ടനെയാണ് ഇവർ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അവിടെ കൂടിയുന്ന ആൾക്കാരോട് സഹതാപമാണ് തോന്നിയത്. കാരണം ഈ പമ്പര വിഡ്ഢിയുടെ പുറകെ നടക്കാനും ആൾക്കാരുണ്ടല്ലോ. പക്ഷേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അതല്ല. അവൻ അവിടെ നിന്നുകൊണ്ട് പോലീസ് ഓഫീസറോട് പറഞ്ഞു, ഞങ്ങളെ തടഞ്ഞാൽ കേസെടുത്തോളൂ, ഞങ്ങൾ തടയും, ഞങ്ങൾക്കെതിരെ കേസെടുത്തോളൂ. ആർക്കെതിരെ കേസെടുക്കണം? ഇവനോ ഇവൻ്റെ അനിയനെതിരെയോ? 100 കണക്കിന് കേസുകൾ അവന് ഈ രണ്ടുപേരുടെ പേരിലുണ്ട്. പക്ഷേ ഇവൻ കേസെടുക്കാൻ പറഞ്ഞ ആരുടെ? അവിടെ നിന്ന സാധാരണക്കാരായ ഇടവക്കാരുടെ മേൽ കേസെടുക്കാൻ പറയുന്നു. കാരണം അവൻ്റെ ഭാര്യയോ അവൻ്റെ മക്കളോ അവിടെ ഇല്ല. അല്ലെങ്കിൽ ആ കൈക്കാരന്മാരും വൈസ് ചാൻസലറും കുടുംബ യൂണിറ്റിലേക്ക് 10 പേര് വെച്ച് വരണമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഈ 10 പേരിൽ ഈ കൈക്കാരന്മാരുടെയോ വൈസ് ചെയർമാൻ്റെയോ ഈ ചേട്ടൻകള്ളൻ്റെയോ അനിയൻകള്ളൻ്റെയോ ഭാര്യയോ മക്കളോ ഇല്ലാതായിപ്പോയി? എല്ലാ ഇടവകങ്ങൾക്കും ഇവർ 10 പേര് വെച്ച് അച്ചട തടയാൻ മന്നെന്ന് കുടുംബ യൂണിറ്റിൻ്റെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും മെസ്സേജ് ഇട്ടു. പക്ഷെ അവരുടെ മക്കളെയും അവരുടെ ഭാര്യമാരെയും അവർ പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് വരണ്ട, കാരണം അവിടെ തടഞ്ഞു കഴിഞ്ഞാലേ ക്രിമിനൽ കേസ് ഉണ്ടാവും, പിന്നെ അതിൻ്റെ പുറകെ നടക്കണം. അതുകൊണ്ട് മക്കൾ അവിടെ നിന്നോ, ഭാര്യമാരൊക്കെ നമ്മുടെ ഭാര്യമാരൊക്കെ അവിടെ നിന്നോട്ടെ. പാവപ്പെട്ട ഇടവക ജനം, അവർക്ക് വേറെ പണിയില്ലല്ലോ, അവർ നടന്നോട്ടെ. ഈ ചേട്ടങ്കള്ളൻ്റെ ഇരട്ടത്താപ്പ് ഇനിയെങ്കിലും നമ്മുടെ ഇടവക ജനം മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളെ ഓരോരോ രീതിയിൽ കുടുക്കിലാക്കാൻ വേണ്ടിയാണ് ഈ ജനാബിയ കുർബാന എന്ന് പറഞ്ഞ് നടക്കുന്ന നേതാക്കൾ ചെയ്യുന്നത്. കാരണം അവരുടെ കുടുംബത്തെ അവർ സേഫ് ആക്കുന്നുണ്ട്, അവരുടെ മക്കളെ അവർ സേഫ് ആക്കുന്നുണ്ട്, അവരുടെ ഭാര്യമാരെ അവർ സേഫ് ആക്കുന്നുണ്ട്. എന്നിട്ട് മറ്റുള്ളവരെ പിരികേറ്റി ഈ പൊരി വെയിലത്ത് തടയാൻ വേണ്ടി കുറച്ച് വെള്ളവും കുറച്ച് ബിരിയാണിയും കുറച്ച് ചായയും കൊടുത്ത് ഇറക്കുകയാണ്. എന്താ, നമുക്കൊന്നും വീട്ടിൽ ബിരിയാണിയും ചായ ഇല്ലേ? എന്തിനു വേണ്ടിയാണ് ഇവരിങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്? ഇത് നമ്മൾ ചിന്തിക്കണം. കാരണം ഇവൻ്റെ വരുമാന മാർഗം ഈ കുർബാന പ്രശ്നമാണ്. ഈ കുർബാന പ്രശ്നത്തിൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഈ കുർബാന പ്രശ്നം കൊണ്ട് മാത്രമാണ് ഇവരുടെ കടം തീർന്നത്, ഇവൻ ഈ പള്ളി കട്ടുമുടിച്ചത്. ഇതിന് നേതാക്കളായി ചവഞ്ഞു നടക്കുന്ന എല്ലാവരും തന്നെ അതിൻ്റെ അച്ചാരം പറ്റിയവരാണ്. അവരുടെ മക്കളും അവരുടെ ഭാര്യമാരും വീട്ടിലിരിക്കുകയാണ്. എന്താ, അവർക്കൊന്നും കുർബാന വേണ്ടേ? അവർക്ക് ജനാബിയ കുർബാന വേണ്ടേ? അവർക്ക് അച്ഛനെ തടയണ്ടേ? ഈ ഇടവകയിൽ വരുന്ന പാവപ്പെട്ട മറ്റു ജനങ്ങൾക്ക് മാത്രമാണോ ഈ അച്ഛനെ തടയേണ്ടത്? അവരുടെ മാത്രം ഉത്തരവാദിത്വമാണോ? ഇവരുടെ കുടുംബക്കാരുടെയും ഇവരുടെ മക്കളുടെയും ഇവരുടെ ഭാര്യമാരുടെയും ഉത്തരവാദിത്വം അല്ലേ? എന്താ, അവർക്ക് ഉത്തരവാദിത്വം ഇല്ലേ? അപ്പോൾ ഇവരെ വിളിച്ചാൽ അവർ വരില്ലേ? അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കുക, ഇവന്മാർ നമ്മളെ പൊട്ടന്മാരാക്കുകയാണ്. ഈ ചേട്ടൻകള്ളനും അനിയൻകള്ളനും കൂടെ ഇടവകയെ ഭിന്നിപ്പിച്ച് 2 തട്ടിലാക്കി സഹോദരി സഹോദരന്മാരെ തമ്മിൽ അടുപ്പിച്ച് ചോര കുടിച്ച് കട്ട് തിന്ന് മുടിക്കുന്ന ഒരു പിശാചുക്കളാണ് ഈ ചേട്ടൻകള്ളനും അനിയൻകള്ളനും. ഇനിയെങ്കിലും എൻ്റെ ഇടവക ജനം മനസ്സിലാക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.